ഈ വീഡിയോയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയനും UK, ഫ്രാൻസ് ഇതേപോലത്തെ രാജ്യങ്ങൾക്കൊക്കെ കുറേ ഈഗോ ക്ലാഷ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ യുദ്ധം നിർത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ രാജ്യങ്ങളുടെ ഈഗോയാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. കാര്യം എത്ര ശ്രമിച്ചാലും ഈ യുദ്ധം നിർത്താൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ചില രാജ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം കുറച്ച് അപ്ഡേറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മിലിറ്ററി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോർമലി ഇടയ്ക്കിടെ ഈ റഷ്യ ഉക്രൈൻ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിലിറ്ററി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പിടിക്കപ്പെട്ട ഭടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അതൊരു മാസത്തിൽ ഒരു തവണ, 2 മാസം കൂടുമ്പം, 3 മാസം കൂടുമ്പം ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് തുടരെ. പക്ഷെ ഇപ്പൊ ഇത്തവണ ലാസ്റ്റ് നടന്നതെന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ ഭാഗത്തേക്ക് റഷ്യ വിട്ടയച്ചത് ഏതാണ്ട് 900 ഭടന്മാരുടെ മൃതശരീരങ്ങളാണ് വിട്ടയച്ചത്. അതേപോലെ ഉക്രൈനും റഷ്യയുടെ സോൾജേഴ്സിൻ്റെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 800-ലധികം സോൾജേഴ്സിന്റെ ജീവനറ്റ ശരീരങ്ങളാണ് മടക്കി കൊടുത്തയച്ചത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതായത് മനസ്സിലാക്കേണ്ടത് രണ്ട് സൈഡിലും കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ അതിരൂക്ഷമായ നിലയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത് സ്വീഡൻ ഒരു പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് 7 മില്യൺ യൂറോ സ്വീഡൻ ഉക്രൈന് കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഇതേപോലെ ഈ മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും പൈസ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അത് എത്തുന്നുണ്ടോ ഉക്രൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. പൈസയായിട്ട് ഒന്നും തന്നെ ഉക്രൈനിൽ എത്തുന്നില്ല. ഇനിയിപ്പോ ഈ 7 മില്യനും സ്വീഡൻ പറഞ്ഞിരിക്കുന്നത്, സ്വീഡൻ അറിയാമല്ലോ, സ്വീഡൻ നല്ല രീതിയിൽ മെഷീനറി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവർക്കൊരു ഫൈറ്റർ ജെറ്റ് തന്നെ ഉണ്ട്. US-ഉമായിട്ടും F-35 ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റർ ജെറ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് അപ്പൊ കാനഡ വരെ അവരുടെ F-35 ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് സ്വീഡന്റെ ഫൈറ്റർ ജെറ്റിന്റെ ഓർഡറാണ് ഇപ്പൊ കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ടെക്നോളജി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. അപ്പൊ അവര് ഡ്രോൺസ് ആണ്, അവർ ഡ്രോണിന്റെ പദ്ധതിയാണ്. ഈ ഡ്രോൺ സ്വീഡൻ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ 7 മില്യൺ എവിടെയാണ് പോകുന്നത്? ഈ 7 മില്യൺ പോകുന്നത് സ്വീഡന്റെ ഡ്രോൺ ഉൽപാദന ഫാക്ടറിയിലേക്ക്. അവിടേക്കാണ് ഈ 7 മില്യൺ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഈ ഉക്രൈന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഫണ്ടുകളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ അതാത് സ്വന്തം രാജ്യങ്ങളുടെ മാനുഫാക്ചറിങ്, ഡിഫൻസ് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള സപ്ലൈ ചെയിൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഉക്രൈന്റെ പേരിൽ പവർ സപ്ലൈ ആയിക്കോട്ടെ, പോളണ്ട് കാണിച്ച പരിപാടി. അതുപോലെ തന്നെ ഇപ്പൊ സ്വീഡൻ 7 മില്യൺ യൂറോ പ്രഖ്യാപിച്ചിട്ട് അവർ അതിന് ഡ്രോൺ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ 7 മില്യണിന് ഡ്രോൺ വിൽക്കുകയാണ്. അവർ 2 ഗുണമുണ്ട്. ആർക്കാണ്? സ്വീഡൻ തന്നെയാണ് ഗുണം. ഇത്രയും പൈസ ഉക്രൈനു വേണ്ടി ചെലവാക്കി എന്നുള്ള പേരുമായി സ്വീഡന്. അതേസമയം അവരുടെ രാജ്യത്ത് മാനുഫാക്ചറിങ് ചെയ്ത് കെട്ടിക്കിടക്കുന്ന ഡ്രോണുകളെല്ലാം തന്നെ ഉക്രൈന്റെ തലയിൽ അടിച്ചേൽപ്പിക്കലുമായി. എങ്ങനെയുണ്ട്? ഈ പരിപാടികളാണ് യൂറോപ്പിൽ കിടക്കുന്ന പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി യുദ്ധമുഖത്ത് നിൽക്കുന്ന ഉക്രൈന് ഒരു സപ്ലൈയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഡ്രോൺ എങ്കിൽ ഡ്രോൺ കൊടുത്ത് സഹായിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന സ്വീഡന് നമുക്ക് വേണമെങ്കിൽ ഒരു അഭിനന്ദനം കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ സ്വീഡൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും പല രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഉക്രൈൻ ആവശ്യപ്പെടുന്നത്. ഉക്രൈന് സെലൻസ്കി പറയുന്നത്, ഞങ്ങൾക്ക് ഷെല്ലുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറവ്. ഈ യൂറോപ്യൻ മേഖലയിൽ കിടക്കുന്ന മിക്ക രാജ്യങ്ങളും ഇവർ ഈ ഷെല്ലൊന്നും ഇത്തരം രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യാറില്ല. എല്ലാവരും തന്നെ 1 മില്യന് താഴെയാണ് അവരുടെ മാനുഫാക്ചറിങ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടായ്മയുടെ കീഴിൽ ഉള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ വലിയ തോതിലുള്ള ബോർഡർ തർക്കങ്ങളോ അവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങളോ അങ്ങനെ തന്നെ ഒന്നിനും സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എല്ലാവരും തന്നെ 1 മില്യന് താഴെയാണ് അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി. അവർ അങ്ങനെ തന്നെയാണ് അത് കുറെ വർഷങ്ങൾ കൊണ്ടേ കീപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ബൾക്കായിട്ട് പെട്ടെന്ന് ഉൽപ്പാദിപ്പിച്ച് ഉക്രൈന് സപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത വിഷയമാണ്. അപ്പൊ എന്നാലും ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ രാജ്യം അവർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 1.5 മില്യൺ ഷെൽസ് ഞങ്ങൾ ഉക്രൈന് സപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെക്ക് റിപ്പബ്ലിക്. അപ്പൊ അവരിപ്പം ഉദാരമായിട്ട് ഈ ഒരു ഷെല്ല് ഏറ്റവും കൂടുതൽ ഉക്രൈന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ഉക്രൈനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ചെക്ക് റിപ്പബ്ലിക്കിനും നമുക്ക് വേണമെങ്കിൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കാം. കാര്യം അവര് സഹായിക്കട്ടെ. ഈ എല്ലാ സഹായങ്ങളും ഉക്രൈനെ എവിടത്തേക്കാണ് കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവർ എന്തെല്ലാം സഹായം നടത്തിയാൽ തന്നെയും അൺലെസ് ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് അവരുടെ ഓൺ ബറ്റാലിയൻസ് അഥവാ അവരുടെ ഓൺ ആർമി, യൂറോപ്യൻ യൂണിയന്റെ ആർമി, നാറ്റോയുടെ ആർമി, ഇവരെല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റഷ്യക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് ആ കപ്പാസിറ്റി ഇല്ല. ഇവർക്കാർക്കും ജർമ്മനിയുടെ ആർമിയോ അല്ലെങ്കിൽ ഇവരെല്ലാവരും ഇപ്പോഴും പീസ് കീപ്പിംഗ് ആർമിയെ കൊണ്ട് വെക്കാമെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവരുടെ ഓൺ സൊവറൻ ആർമിയെ ഇവർ എവിടെയും തന്നെ വിടാൻ തയ്യാറല്ല.
അങ്ങനെ ഇരിക്കുന്ന പക്ഷത്തിൽ എങ്ങനെയാണ് ഉക്രൈൻ വിജയകരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാര്യം ഇനി എത്രമാത്രം അമേരിക്ക കൊടുക്കാത്ത ആയുധമാണോ ഉക്രൈന്? എത്രമാത്രം ആയുധങ്ങളാണ് അമേരിക്ക സപ്ലൈ ചെയ്തിട്ടുള്ളത്? എന്നിട്ട് ഉക്രൈന് എന്ത് ചെയ്യാൻ പറ്റി? അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. അമേരിക്ക കൊടുക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ആയുധങ്ങളാണോ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്? അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വളരെ വ്യക്തമാണ്. ഈ ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, അതായത് ഈ ആർട്ടിലറി ഗൺസിലൊക്കെ ഇട്ടിട്ട് ഫയർ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ഷെല്ല് എന്ന് പറയുന്നത്. കാരണം ഈ ഫ്രണ്ട് ലൈൻ എക്സ്പാൻഷൻ അതാണ് റഷ്യ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമി റീജിയനിൽ വരെ ഇന്നലെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മുന്നേറ്റം റഷ്യ മികച്ച രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫ്രണ്ട് ലൈനിൽ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രണ്ട് ലൈൻ അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും സോൾജേഴ്സ് തമ്മിൽ കൺഫ്രണ്ട് ചെയ്യില്ല. അവരൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവര് മറ്റു മാർഗങ്ങൾ, അതായത് ഒരു നിശ്ചിത ദൂരപരിധിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആർമി ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇവര് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കയറിപ്പോയി അറ്റാക്ക് ചെയ്യുക, അങ്ങനെയല്ല ഇത് ശരിക്കും നടക്കുന്നത്. ഇത് അവിടെ നിന്ന് ഇവർ പല രീതിയിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഇവര് ഡ്രോൺസ് ഉപയോഗിക്കും, ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷെല്ലുകൾ ഫയർ ചെയ്യും, അതുപോലെ പല രീതിയിലുള്ള അഡീഷണൽ സപ്പോർട്ടിംഗ് എയർ സ്ട്രൈക്കുകൾ നടത്തും. അപ്പൊ അതുപോലെ നടത്തിയിട്ടാണ് ഇവർ ഏരിയ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് റഷ്യ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുമി റീജിയനിലൊക്കെ ഏകദേശം നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ റഷ്യ മികച്ച രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഉക്രൈൻ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സപ്പോർട്ടിംഗ് സർവീസ് ഇതുപോലെ ഷെല്ലുകളൊക്കെ വേണം എന്ന് പറയുന്നത്. കാരണം ഉക്രൈന് ഈ ഷെല്ലുകളൊക്കെ ഷോർട്ടേജ് ആണ്. ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഷെൽ ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഈ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ റഷ്യ ഉക്രൈനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉക്രൈൻ കുറച്ച് താഴോട്ടാണ് ഈ ഒരു യുദ്ധത്തിൽ. അപ്പൊ ആ ഒരു സമയത്ത് ഉക്രൈന് ചെയ്യുന്ന സഹായങ്ങളെല്ലാം തന്നെയും വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതാണ് നമ്പർ 1. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ സ്വീഡൻ ഞാൻ ഡ്രോൺ തരാം, അപ്പൊ അവിടെ ഡ്രോണിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് സ്വീഡൻ വിളിച്ചു പറയുകയാണ്. ഇത് റഷ്യ അറിയത്തില്ലേ? ഇതെല്ലാം പത്രമാധ്യമങ്ങളിൽ ഇവർ പബ്ലിഷ് ചെയ്യാണ്, ഞാൻ ഇത് കൊടുക്കുന്നു, ഞാൻ അത് കൊടുക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള മെന്റാലിറ്റി നോക്കിക്കോണേ. ചെക്ക് റിപ്പബ്ലിക് ഞാൻ 15 ലക്ഷം ആർട്ടിലറി ഷെല്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെല്ലിന്റെ ഷോർട്ടേജ് ഉണ്ട് ഉക്രൈനിൽ എന്നുള്ളത് റഷ്യ അറിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ അവരുടേതായിട്ടുള്ള, അതായത് ഈ രാജ്യങ്ങൾക്കുള്ളിൽ ആരാണ് ബെറ്റർ എന്നുള്ളത് യുവമാർക്കുള്ളിൽ തന്നെ അടിയാണെന്ന്, ആരാണ് ഇതിനകത്ത് സൂപ്പർ എന്നുള്ള രീതിയിൽ, ആരാണ് ഏറ്റവും കൂടുതൽ ഉദാരമായി സംഭാവന നൽകുന്നത്, ആരാണ് ഉക്രൈനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കാൻ മാത്രമാണ് ഇവരുടെ ഈ ഡയലോഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ ഇതിനകത്ത് യുദ്ധത്തിന് വേണ്ടി സത്യസന്ധമായി ട്രൂത്ത്ഫുള്ളി ഉക്രൈനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വളരെ സീക്രട്ട് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് റഷ്യക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട് എല്ലാ യുദ്ധതന്ത്രങ്ങളും പുറകെ കൂടെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഉക്രൈനെ കുറച്ചുകൂടെ സ്ഥലം കയറി പിടിക്കാൻ, അവരുടെ സ്ഥലം കുറച്ചുകൂടെ റഷ്യയുടെ സൈഡിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. പക്ഷെ ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ അതല്ല ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡൗട്ട് വരുന്നത്. റഷ്യക്കും ഈ ഷെൽസിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നികത്തിയത് നോർത്ത് കൊറിയയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ റഷ്യയെ ഹെൽപ്പ് ചെയ്തത്. ഇതിലിപ്പം ചരിത്രപരമായ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. കാര്യം എന്താണെന്നറിയാമോ? ഈ UK ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ യൂറോപ്യൻ മേഖലയിൽ കിടക്കുന്ന ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് ടോട്ടലി അമേരിക്ക എന്ന് പറയുന്നത് ഔട്ട്സൈഡർ ആണ്. അമേരിക്ക ശരിക്കും യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അമേരിക്ക അതിനകത്ത് ഉൾപ്പെടത്തില്ല. പക്ഷെ ഇപ്പം അമേരിക്കയെ പോലത്തെ ഒരു രാജ്യം യൂറോപ്യൻ യൂണിയനിൽ വന്നിട്ട് ഉക്രൈൻ റഷ്യ വാറിൽ ഒരു തീരുമാനമുണ്ടാക്കി ആ ഒരു യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ UK-ക്കും ഫ്രാൻസിനും താല്പര്യമില്ല, യൂറോപ്യൻസിനും താല്പര്യമില്ല എന്നുള്ളതാണ്. കാര്യമൊന്നുമില്ല, ഇവരുടെ ചരിത്രബോധം ഇത്രയും നാളും ഇവർ ഈ ഒരു ഗ്ലോബൽ നറേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ചരിത്രമാണ് ഇപ്പോഴും സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ യുദ്ധം നിന്നു കഴിഞ്ഞാൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ യൂറോപ്പിനായിക്കോട്ടെ, അതേപോലെ ബ്രിട്ടീഷ് ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, അവരൊക്കെ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളൊക്കെ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രഞ്ച് റവല്യൂഷനൊക്കെ. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെടുകയാണ്, ചരിത്രം മാറ്റി കുറിക്കപ്പെടും അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ രാജ്യങ്ങൾ തമ്മിൽ മത്സരവും ചിന്തയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഉണ്ടാവും. അവരുടെ ചരിത്രം മാറ്റി കുറിക്കാൻ താല്പര്യപ്പെടുന്നില്ല. UK ക്ഷയിച്ചു അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഇത് തന്നെയാണ് യൂറോപ്യൻ യൂണിയനും ആ മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം കാഴ്ചപ്പാടും അവരുടെ ചരിത്രബോധവും അവരുടെ ഈഗോ ആണെന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. ഈ രാജ്യങ്ങൾക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് കാര്യം. ഈ യുദ്ധം നിർത്താനുള്ള സോഴ്സ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയമാണിത്. ആ ഒരു സമയത്താണ്, കാരണം ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ് റെഡി ആയിട്ടുണ്ട്, ഇവിടെ എനർജി മേഖലകളെ അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അനുയോജ്യമായ ഇനിയൊരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുക? ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം നിർത്തുന്നതിന് പകരം അവിടെ ആർട്ടിലറി ഷെല്ലുകൾ അയച്ചു കൊടുക്കുക,
ഫണ്ട് അയച്ചു കൊടുക്കുക, ഡ്രോൺ അയച്ചു കൊടുക്കുക, എല്ലാവരും കൂടെ അതിശക്തമായി മുന്നോട്ട് വരികയാണ്. ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അഥവാ ഈ യുദ്ധം കൂടുതൽ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ പിന്നെ നടത്തട്ടെ യുദ്ധം നടന്ന് തീരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. ചരിത്ര ബോധത്തിനെ കുറിച്ചുള്ള ഈ ഒരു വിശേഷണം ഏറ്റവും കൂടുതൽ ഹംഗറിയിലെ ഓർബൺ, ഹംഗറിയിലെ പ്രൈം മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതായത് പുള്ളി പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ശരിക്കും യൂറോപ്യൻ യൂണിയനിലെ എല്ലാവർക്കും തന്നെ ഹംഗറി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജിയാണ്. എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് മാറ്റി നിർത്തിയാൽ കൊള്ളാം എന്നുള്ള നിലയിലാണ് ഇപ്പൊ അവർ ചിന്തിക്കുന്നത്. കാര്യം എപ്പോഴും സത്യം തുറന്നു പറയുന്ന ആൾക്കാർ ഇവർക്ക് താല്പര്യപ്പെടത്തില്ല. ആ രീതിയിലാണ് ഈ ഒരു വെസ്റ്റേൺ കൺട്രീസ് മൊത്തത്തില് ഈ റഷ്യ ഉക്രൈൻ വാറിൽ എടുക്കുന്ന നിലപാട്. അതായത് അവരുടെ ഈഗോ വിജയിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ചരിത്രപരമായിട്ട് അവരുടെ ഇടപെടലിലാണ് ഈ യുദ്ധം നിന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ശ്രമങ്ങൾ മൊത്തം നടത്തുന്നത് ഇവര്. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ യൂറോപ്യൻ കൺട്രീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുമി മേഖലയിൽ റഷ്യ കൂടുതൽ മുന്നേറ്റം നടത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഉക്രൈൻ ഇതിന് ചെറുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 96 റഷ്യൻ ഡ്രോണുകൾ ഞങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഉക്രൈന്റെ സൈഡിൽ നിന്ന് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഉക്രൈൻ കൂടുതൽ സ്ഥലം അങ്ങോട്ട് കയറി പിടിച്ചതായിട്ട് ഒരു റീജിയനിൽ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഉക്രൈന്റെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 90 മൈൽ സ്ഥലം വൺ സ്ട്രെച്ചിൽ 150 കിലോമീറ്ററോളം വരും. ആ രീതിയിൽ വിസ്തീർണം വരുന്ന റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉക്രൈന്റെ സ്ഥലം ചെറുതായിട്ട് ഉക്രൈൻ പിടിച്ചെടുത്തതായിട്ടാണ് ഉക്രൈന്റെ സൈഡിൽ നിന്നുള്ള വാർത്ത. ഇതിനെക്കുറിച്ച് ഒഫീഷ്യലി റഷ്യയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്ലോബൽ മീഡിയാസ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഉക്രൈന്റെ മാധ്യമത്തിൽ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രണ്ടേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും യുദ്ധമുഖമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നുണ്ട്. റഷ്യൻ സോൾജേഴ്സ് വേറൊരു സൈഡിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ഉക്രൈൻ സോൾജേഴ്സ് വേറൊരു സൈഡിൽ കൂടുതൽ നേട്ടം കൊയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഓവറാൾ നമ്മൾ യുദ്ധം നോക്കുമ്പോഴത്തേക്കും ഉക്രൈന്റെ സ്ഥലം കൂടുതൽ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് IMF വരുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അവർ പറയുന്നത് 400 ബില്യൺ ഉക്രൈനിന് ഞങ്ങൾ ഫണ്ട് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരവിടെ ആ രാജ്യത്തിന്റെ പുരോഗതി, ആ രാജ്യത്തിന്റെ റീകൺസ്ട്രക്ഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അവർ ഈ ഒരു ചെറിയ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, 400 മില്യൺ. പക്ഷെ 400 മില്യൺ ഒന്നും ഉക്രൈന് തികയില്ല. അത് വേറൊരു സൈഡിൽ പറഞ്ഞാലും 400 മില്യൺ ഉക്രൈന് തികയില്ല എന്ന് വേറൊരു സൈഡിൽ പറഞ്ഞാലും പക്ഷെ ഈ സമയത്ത് കൊടുക്കുന്ന ഫണ്ടിങ് ഇപ്പൊ യുദ്ധം നിർത്തിവെച്ച് ആ രാജ്യത്തിന്റെ റീകൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഥവാ ഈ ഫണ്ട് ഉക്രൈന്റെ ഉള്ളിൽ പോകുന്നെങ്കിൽ, കാരണം ഇപ്പൊ റഷ്യയിലായിക്കോട്ടെ ഉക്രൈനിലായിക്കോട്ടെ രണ്ട് സ്ഥലത്തും യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ബഡ്ജറ്റാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള സാധാരണ സമയത്തിൽ മറ്റുള്ള ജനങ്ങളുടെ ജനസേവന പദ്ധതിക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റൽ, അങ്ങനെ ആ രാജ്യത്തിന്റെ പബ്ലിക് യൂസേജിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ്, ഇതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും പൊതുവിൽ വരിക. പക്ഷെ യുദ്ധകാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 80 to 85% ആ രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിൽ ഈ മാനുഫാക്ചറിങ്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ വാങ്ങിക്കാനും ഈ പടക്കോപ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് യുദ്ധകാല ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റഷ്യയിലും ഉക്രൈനിലും നടക്കുന്നത് ഈ യുദ്ധകാല ബഡ്ജറ്റാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ IMFന്റെ ഫണ്ട് 400 മില്യൺ പോയി കഴിഞ്ഞാൽ ഇതും യുദ്ധകാല ബഡ്ജറ്റിൽ ഒതുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിഷയത്തിൽ ഓവറോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉക്രൈന്റെ സ്ഥലം കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഒരു വിഷയം കൂടെ ഇതിലുപരിയായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഹമാസ് ആണെങ്കിൽ ഞങ്ങൾ അമേരിക്ക പ്രൊപ്പോസ് ചെയ്ത ആ ഒരു ബന്ദിമോചനത്തിന് തയ്യാറാണ് എന്നുള്ള നിലയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഹമാസ്. 5 പേരെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 5 പേരിലുപരിയായിട്ട് ഇവർ ഈ ഒരു സീസ് ഫയർ ടോക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ അമേരിക്ക പ്രൊപ്പോസ് ചെയ്ത സ്റ്റീവ് വിറ്റ്കോഫ് എവിടെയാണോ നിർത്തി അവസാനിപ്പിച്ചിട്ട് പോയത് ആ ഒരു ചർച്ച കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഹമാസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിന് പ്രേരിപ്പിച്ചത് 2 വിഷയങ്ങളാണ്. ഒന്ന്, വലിയ തോതിലില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഗാസയുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു അപസ്വരം ഹമാസിനെതിരെ, അത് നമ്പർ 1. അടുത്തതായിട്ട് ഇസ്രായേലിന്റെ രണ്ടും കൽപ്പിച്ചുള്ള മുന്നോട്ട് പോക്ക്, ഈ ഒരു എക്സ്പാൻഷൻ ഓപ്പറേഷൻ, ഗ്രൗണ്ട് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുക, അതിനോടൊപ്പം ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കഠിനമായ ശ്രമം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഇസ്രായേലിനെതിരെ ഇനി, അതായത് ഈ ബന്ദിമോചനം പോലും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെ ഇവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഹമാസ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.